അപ്പോൾ എല്ലാ മാന്യ പ്രേക്ഷകർക്കും തലശ്ശേരി കപ്പിൾസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ നന്ദിലത്ത് ജിമാർട്ടിൻ്റെ ആ ഒരു ലൊക്കേഷനിലാണ്. അതായത് എന്താ പറയുക, നന്ദിലത്ത് ജിമാർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ അവിടെ ഇതിൻ്റെ നന്ദിലത്ത് ജിമാർട്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ എത്രയോ വർഷങ്ങളായി എനിക്ക് തോന്നുന്നു ഞാനെല്ലാം കണ്ണൂർ പഠിക്കുന്ന കാലം തൊട്ട് ഞാൻ കാണുന്നതാണ്. ഏകദേശം ഒരു 5-10 കൊല്ലമായിട്ടുണ്ടാവും. ഈ എന്താ പറയുക, ഈ കൃഷ്ണൻ്റെ പ്രതിമകൾ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ പ്ലാസ്റ്റർ പാരീസിൻ്റെ കൃഷ്ണൻ്റെ പ്രതിമകൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ എപ്പോൾ പോകുമ്പോഴും വിചാരിക്കും ഇവിടെ നിന്നൊരു പ്രതിമ വാങ്ങണമെന്ന്. അഞ്ജു സ്നേഹിക്കുന്ന കാലം തൊട്ടേ നമ്മളൊക്കെ ഇതുവഴി ഇങ്ങനെ ബൈക്കിലൊക്കെ പോകുന്ന ടൈമിന് അഞ്ജു എപ്പോഴും പറയും ഒരു പ്രതിമ, കൃഷ്ണൻ്റെ പ്രതിമ വാങ്ങണം ഇനി വരുന്ന വിഷുവിന്. ഇതുവരെ അത് സാധിച്ചിട്ടില്ല. ഇങ്ങനെ ഓരോ മുടക്കങ്ങൾ വന്ന് അതിങ്ങനെ അങ്ങ് പോയി. പക്ഷേങ്കിൽ ഇന്ന് അഞ്ജുവിനൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കണ്ണൂർ. അപ്പോൾ ആ ഇൻ്റർവ്യൂവിനെല്ലാം പോയി മടങ്ങുന്ന സമയത്താണ് നമ്മൾ ഈ കൃഷ്ണൻ്റെ പ്രതിമ വീണ്ടും കണ്ടത്. അപ്പോൾ അവിടെയുള്ള ചേട്ടനോട് പറഞ്ഞ് പ്രതിമ വാങ്ങി. പ്രതിമ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രതിമ നല്ല എന്താ പറയുക, പല ഡിസൈനിലും പല മോഡലിലുള്ള നല്ല അടിപൊളി പ്രതിമകളാണ്. നല്ല വർക്കാണ്. സാധാരണ എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും നല്ലത് നമുക്കൊക്കെ ഇവിടെ വന്ന് കണ്ണൂരുകാർക്കും തലശ്ശേരിക്കാർക്കൊന്നും കുഴപ്പമില്ല, വലിയ ദൂരമൊന്നുമില്ല. കാരണം വന്നു കഴിഞ്ഞാലും ഓവർ റേറ്റ് ഒന്നും വരുന്നില്ല. നമ്മളെ തലശ്ശേരിയിൽ നിന്ന് നമ്മളെ ഇവിടെ കതിരൂരിലേക്ക് വാങ്ങിയ സമയത്ത് അവിടെ എത്രയാ 300 രൂപക്ക് ചെറിയ കൃഷ്ണനാണ് കിട്ടിയത്. 300 രൂപ എങ്ങനെ ഉണ്ടായത്? ചെറിയ കൃഷ്ണൻ. നന്ദിലത്ത് കാണിച്ചു കൊടുക്കും. നന്ദിലത്ത് ഇതാണ് നമ്മുടെ നന്ദിലത്ത് ജിമാർട്ട്. നന്ദിലത്ത് ജിമാർട്ടിൻ്റെ അടുത്തായിട്ടാണ് ഇത് വരുന്നത്. ഇവിടെ സ്ഥലം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വയല്ലേ, താഴെ ചൊവ്വ കഴിഞ്ഞ് മേലെ ചൊവ്വ എത്തുന്നതിനും ഇടയിലായിട്ടാണ് ഇത് വരുന്നത്. അപ്പം നമുക്ക് വലിയ കൃഷ്ണനെ കിട്ടും. റേറ്റ് 280 രൂപയ്ക്ക്. ഒരു ഷോപ്പിലെല്ലാം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു പ്രതിമക്ക് ഒരു 800-900 ആ റേഞ്ച് പൈസ ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു ഇത് നല്ല ലാഭം തന്നെയാണ്. 280 രൂപക്ക് കൃഷ്ണൻ്റെ പ്രതിമ കിട്ടിയത്. ഇനി വിഷു എല്ലാം വരുന്നല്ല, നമുക്ക് ഉണ്ണിക്കണ്ണനെ കണി കണ്ടുകൊണ്ട് ഒരു ദിവസം അടിച്ചു പൊളിച്ച് നിൽക്കാം. ഇതാണ് താഴെ ചൊവ്വ പാലം. പണ്ട് എപ്പോഴും ബ്ലോക്ക് ആയിരിക്കും. ഇതുവഴി ഒന്ന് പോകണമെങ്കിൽ 1 മണിക്കൂർ ഇവിടെ തന്നെ ബ്ലോക്കിൽ പെട്ടുപോകും. അതിനുശേഷം ഇപ്പം പുതിയ പാലം വന്ന് നടുവിൽ ഡിവൈഡർ പോലെ പാലത്തിനെ വേർതിരിച്ച് അതിനുശേഷം കുറേ ബ്ലോക്കൊക്കെ ഒഴിവായി. ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം ട്രാഫിക്കൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ ഇതുവഴി പോകാനും പറ്റുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിൻ്റെ മുന്നിൽ തന്നെ ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കുറേ നേരമായല്ലോ പോയിട്ട്, ഇന്നും കാണുന്നില്ലല്ലോ എന്നുള്ള വീട്ടിലെ കാർണോർ ഇരിക്കുന്ന പോലെ ഇരുന്നിട്ടുണ്ട്. ഇത്തവണത്തെ വിഷുവിന് കണി കാണേണ്ട കൃഷ്ണൻ നിലത്ത് വെച്ചാട്ടെ. എൻ്റെ ഹൈറ്റിൻ്റെ എത്രയുണ്ട് നോക്കാലോ. നിലത്ത് വെക്ക്, നിലത്ത് വെക്ക്. നന്നാ. ഏകദേശം മുട്ടിന് മുകളിൽ വരുന്നുണ്ടല്ലോ ഹൈറ്റ്.
അപ്പൊ എല്ലാവരും അവിടെ എല്ലാ കളറും ഉണ്ട്. റെഡ് അല്ല എന്തൊക്കെ കളറാണ്? അതിന്റെ ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ ഇതിന്റെ തന്നെ ഇത് ഗോൾഡ് അല്ല, ഒരു ബ്രൗൺ കളർ ഉണ്ട്. ബ്രൗൺ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങാ. കുറച്ച് ഗ്ലിറ്റർ അടിക്കുന്നതുണ്ട്. നമുക്ക് ഇഷ്ടമായത് ഇതായതുകൊണ്ട് ഇതാ വാങ്ങല്. നല്ല ഭംഗിയിലെ കാണാൻ.